സ്വർണത്തിന്റെ വില മുകളിലോട്ട് പോകാൻ തന്നെയാണ് കേരളത്തിൽ പ്രത്യേകിച്ചും സാധ്യത. ഹോർമൂസ് കടലിടുക്ക് തുറന്നാലും സ്വർണത്തിന്റെ വില കേരളത്തിൽ മുകളിലോട്ട് തന്നെ പോയേക്കാം. കാരണം കാണം വിറ്റ് ഓണം ഉണ്ണണം എന്ന വിശ്വാസമുള്ളവരാണ് മലയാളികൾ. അപ്പോൾ ഈ ഓണക്കാലം എന്ന് പറയുമ്പോൾ സ്വർണം വാങ്ങല്, അതുപോലെ തന്നെ കല്യാണ സീസണാണ് ഈ ഓണക്കാലം കേരളത്തിൽ. അപ്പോൾ ഒരു വശത്ത് കല്യാണം, ഒരു വശത്ത് ഓണം, ഇത് രണ്ടും കൂടുതൽ സ്വർണം വാങ്ങാനായിട്ട് സാധാരണ കുടുംബങ്ങളെ പോലും പ്രേരിപ്പിക്കും, വില എന്താണെങ്കിലും. അതേ സമയത്ത് തന്നെ സ്വർണം ETF, സ്വർണം എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന രീതിയിൽ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് പോലെ സ്വർണം വാങ്ങി ലാഭകരമായി വിൽക്കാം, പിന്നെ വില വർദ്ധിക്കും എന്ന പ്രതീക്ഷ. ഈ ഓണക്കാലത്ത് ആ പ്രതീക്ഷയും ഇങ്ങനെ ETF ആയിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണ ബിസിനസ് നടത്തുന്നവരിൽ ഉണ്ടാകാം. അപ്പൊ ആ കാരണം കൊണ്ടും അവർ സ്വർണം വില കൂടിയാലും വാങ്ങും. കാരണം ഇന്ന് വില കൂടിയാൽ നാളെ ഇന്നത്തേക്കാൾ ഉയർന്ന വിലയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ലാഭം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാണ് ETF, അതായത് സ്വർണ്ണ ട്രേഡഡ് ഫണ്ടുകാര് വാങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ സ്വർണം വാങ്ങും എന്ന് പറയുമ്പോൾ ഇപ്പോഴും വില വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോഴും നാം ഇന്ത്യക്കാരുടെ സ്വർണത്തിലുള്ള താല്പര്യമാണ് കണക്കിലെടുക്കേണ്ടത്. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ, ഒന്നാമത്തെ രാജ്യം ചൈനയാണ്. അപ്പോൾ ഈ ഇന്ത്യയില് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ സ്വർണത്തിന്റെ വില വർദ്ധിച്ചിട്ട് ഒരുപാട് സ്വർണം വാങ്ങുന്നു എന്നതുകൊണ്ട് തന്നെ സ്വർണം ഇറക്കുമതി കണ്ടമാനം കൂടി. അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സ്വർണ്ണ ഉപഭോഗം കുറയ്ക്കൂ പ്രിയപ്പെട്ട ജനങ്ങളെ എന്ന് 2 മാസം മുൻപ് ഒരു ആഹ്വാനം നടത്തിയത്. ആഹ്വാനം നടത്തുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, സ്വർണത്തിന്റെ അതായത് BJP ഗവൺമെന്റ് വന്നപ്പോൾ സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം 12% അത് 5% വരെ കുറച്ചു കൊണ്ടുവന്നത് BJP ഗവൺമെന്റ് ആണ്. പക്ഷേ ഇപ്പൊ ആ 5% നിന്ന് അത് 15% വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ സ്വർണത്തിന്റെ റേറ്റ് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് സ്വർണത്തിന്റെ ഇറക്കുമതി കുറയ്ക്കാനും അങ്ങനെ വില കയറ്റം ഉണ്ടായാലെങ്കിലും സ്വർണം വാങ്ങൽ കുറയുമെന്ന് കരുതിയിട്ടാണ്. എന്നിട്ട് പോലും ഇന്ത്യയിലെ സ്വർണത്തിന്റെ വിപണി താഴോട്ട് വളരെ ചുരുക്കം മാത്രമേ പോകാറുള്ളൂ. അങ്ങനെ സ്വർണത്തിനോട് താല്പര്യം കാണിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഓണം വന്ന് പെട്ടിരിക്കുന്നത്. അപ്പൊ ഓണക്കാലത്ത് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും കേരളം കൊടുക്കുന്ന പ്രാധാന്യം, ആ പ്രാധാന്യം ഒട്ടും കുറയാത്ത തരത്തിൽ സ്വർണത്തിനും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണം ഈ ഓണക്കാലത്ത് വില വർദ്ധിച്ചു വന്നാൽ പോലും സ്വർണത്തിന്റെ ഡിമാൻഡിൽ വലിയ ഇടിവുണ്ടാവുകയില്ല. ഇതിന്റെ ആക്കം കൂട്ടുന്ന തരത്തിലുള്ളതാണ് ഇവിടെ വരുന്ന അഡ്വർടൈസ്മെന്റ്. നമുക്കറിയാം, പാദാതികേശം സ്വർണത്തിൽ പൊതിഞ്ഞ സ്ത്രീ രൂപങ്ങളെയാണ് അഡ്വർടൈസേഴ്സ്, സ്വർണ്ണ വിപണിയിലെ വിൽപ്പനക്കാര് മുൻപോട്ട് വെക്കുന്നത്. ഏത് ചാനൽ തുറന്നാലും ഏറ്റവും കൂടുതൽ നാം കാണുന്നത് ഇത്തരം അഡ്വർടൈസ്മെന്റ്സ് ആണ്. അപ്പൊ ആ സാഹചര്യത്തില് ജനങ്ങൾ ഏത് തരത്തിലും സ്വർണം വാങ്ങാൻ ആകർഷിക്കപ്പെടുന്നു, അവരെ അതിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്വർണം നാണയമായിട്ടോ ETF ആയിട്ടോ ഒക്കെ വാങ്ങി വെച്ചാൽ ലാഭകരമായ സാഹചര്യങ്ങളിൽ വിറ്റ് ലാഭം ഉണ്ടാക്കാം. ആഭരണമായിട്ടാണ് സ്വർണം വാങ്ങി വെക്കുന്നത് എങ്കിൽ ഈ അഡ്വർടൈസേഴ്സ് പറയുന്നത് എന്തു തന്നെയാണെങ്കിലും അവര് വിലക്കുറവ്, അതിന്റെ 916 ക്വാളിറ്റി അല്ല, ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വാങ്ങാൻ ചെല്ലുമ്പോൾ നമ്മൾ വാങ്ങിയ വില, വിൽക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ വാങ്ങിയ വില നമുക്ക് കിട്ടണം എന്നില്ല. അതുകൊണ്ട് സ്വർണത്തോട് ഭ്രമമുള്ളവർ സ്വർണം നാണയമായിട്ടോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ആയിട്ടോ ഒക്കെ കരുതുകയാണ് എങ്കിൽ ലാഭകരമായി വിൽക്കാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
മാത്രമല്ല നാം സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് വൈകാതെ പലിശ നിരക്ക് കുറയ്ക്കുമെന്നൊരു റിപ്പോർട്ടും അതിനിടയിലുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നിക്ഷേപ വരുമാനം കുറയുമെന്ന് കണ്ട് ആളുകൾ സ്വർണത്തിലേക്ക് തിരിയുകയാണ്. അതേസമയം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഭരണത്തെക്കാൾ കൂടുതൽ പേർ കോയിനും ബാറുകളും വാങ്ങുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതായത് നിക്ഷേപമായി സ്വർണത്തെ കാണുന്നവരുടെ എണ്ണം വർദ്ധിച്ചു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ആഭരണം എന്ന അലങ്കാരത്തിനപ്പുറം പ്രതിസന്ധി ഘട്ടത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും വിധം സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നവർ ഏറി വരികയല്ലേ? തീർച്ചയായിട്ടും ഏറി വരികയാണ്. ഈ കഴിഞ്ഞ ആഴ്ചത്തെ സ്വർണ്ണ വിപണി നോക്കിയാൽ അറിയാം, ETF വഴി സ്വർണം വാങ്ങി വിൽക്കുന്നവരുടെ എണ്ണം, അങ്ങനെ ലാഭം കൊയ്യുന്നവരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്വർണ്ണ വിപണി നമ്മളോട് പറഞ്ഞ കഥ. അതുപോലെ തന്നെ നാണയങ്ങളും എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് വഴി, അതായത് സ്വർണം നേരിട്ട് വാങ്ങാതെ ഈ ഷെയർ വാങ്ങുന്നത് പോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടിൽ സ്വർണം വാങ്ങി അത് ഡിമാറ്റ് അക്കൗണ്ട് വഴി തന്നെ വിൽക്കുക. ആ തരത്തിലുള്ള ട്രേഡിംഗ് വലിയ തോതിൽ സ്വർണത്തിൽ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ലാഭം കൊയ്യുന്നവരും വളരെ കൂടുതലാണ്. അപ്പൊ ഒരു പക്ഷേ ഈ സ്വർണ്ണ ആഭരണ കൊതി ഒരു പരിധി വരെ തീർന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ആവശ്യത്തിന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി വെച്ചവർക്ക് വീണ്ടും അത് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത് നാണയങ്ങൾ വാങ്ങി വെക്കുകയോ അല്ലെങ്കിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് വഴിയുള്ള ബിസിനസ്സോ ആണ് എന്ന് കരുതിക്കൊണ്ടാകാം ആ തരത്തില്. ഏതായാലും കേരളത്തിലും ഇന്ത്യയിലും സ്വർണം വിൽക്കുന്ന, അതായത് വില വർദ്ധിച്ചു വരുമ്പോൾ സ്വർണം വിൽക്കുന്ന ഒരു ട്രെൻഡും ഇപ്പോൾ കാണുന്നു എന്നാണ് സ്വർണ്ണ വിപണി നമുക്ക് തരുന്ന സൂചന. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.